നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് നാളെ മുതൽ തുടക്കം കുറിക്കുകയാണ്. 2 ഗഡു ക്ഷേമ പെൻഷനാണ്. അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ 2 ഗഡു, ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് 2 ഗഡു. ഈ രീതിയിലുള്ള സഹായം 4000 രൂപ വരെയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കാൻ പോകുന്നത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പെൻഷൻ സഹായം, അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ഈ ആനുകൂല്യ വിതരണം ഉണ്ടായിരിക്കും. അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് സഹായമുണ്ട്. വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 8000 രൂപയുടെ വിതരണം, അതായത് 5 ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൃത്യമായിട്ട് എല്ലാ ജില്ലകളിലേക്കും അനുവദിച്ചിട്ടുണ്ട്. അത് ജില്ലകളിൽ നിന്ന് കൃത്യമായിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നാളെ മുതൽ ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങും. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങളും വരുത്തേണ്ടതാണ്. നിലവിൽ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ, ആദ്യത്തെ 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ചയോടെ തന്നെ ഈ പെൻഷൻ വിതരണം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ ഇതിൻ്റെയൊക്കെ വിതരണം ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക. ചില പുതിയ സ്കീമുകൾ പല കമ്പനികൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ചില കമ്പനികൾ, അല്ലെങ്കിൽ ഓൺലൈൻ വഴി പരിചയപ്പെടുന്ന ചില ലിങ്കുകൾ വഴിയായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ആകർഷകമായ ഓഫറുകൾ കണ്ട്, പാക്കേജുകൾ കണ്ട് ഇൻഷുറൻസ് എടുക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ ഈ സമയത്തുണ്ട് എന്നാണ് ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അന്വേഷിച്ച ശേഷം മാത്രം നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, രോഗവിവരങ്ങളുമായി ബന്ധപ്പെട്ട, അതുമാത്രമല്ല വെയിറ്റിംഗ് പീരീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് കവറേജ് എപ്പോഴാണ് ലഭിക്കുക, എന്തെല്ലാം രോഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ചിലപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാണുന്നത് തന്നെ വ്യാജ ലിങ്കുകളായിരിക്കാം, ഒരു പക്ഷേ തട്ടിപ്പുകാരായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോവുകയുള്ളൂ, ഇൻഷുറൻസ് ലഭിക്കണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് ഏജൻറ്റ് മുഖേനയോ, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്ന, നിലവിൽ ആരോഗ്യ ഇൻഷുറൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കൃത്യം കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അവിടെ പ്രത്യേകിച്ച് ആകർഷണീയമായ പാക്കേജുകൾ ഉണ്ടാവാം, പക്ഷേ കൂടുതൽ ഓഫറുകളൊക്കെ ഒരുപക്ഷെ ലഭിക്കണമെന്നില്ല. ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനുണ്ടെങ്കിൽ എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുക. റേഷൻ കടകൾ വഴിയും സപ്ലൈകോ വഴിയുമൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് റേഷൻ കടകൾ വഴി ആനുകൂല്യങ്ങൾ 31-ാം തീയതിയോടെ നിർത്തും. മാർച്ച് മാസ സഹായം ഇനിയും വാങ്ങാനുള്ളവർ എത്രയും വേഗം വാങ്ങേണ്ടതാണ്. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ സപ്ലൈകോ വഴി വിഷു കിറ്റ് വിതരണം ഉണ്ടായിരിക്കും. 16 ഇനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റായിരിക്കും. 1250 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 1001 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും. ഇനി അത് മാത്രമല്ല, നമുക്ക് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ 1000 രൂപയ്ക്ക് മുകളിൽ വാങ്ങുമ്പോൾ 101 രൂപയുടെ പ്രത്യേക വിഷു കൈനീട്ടം അതുകൂടി നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു റിവാർഡ് കൂപ്പൺ പോലെ ആയിരിക്കും. പിന്നീട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ റിവാർഡ് കൂപ്പണിലൂടെ ഈ തുക നമുക്ക് ക്ലെയിം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.